നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, പുളി ഇതൊക്കെ നമ്മൾ ഉപ്പിലിട്ടിട്ടുമുണ്ട്, ഉപ്പിലിട്ടത് കഴിച്ചിട്ടുമുണ്ട് അല്ലേ? എന്നാൽ മെഴുകുതിരി ഉപ്പിലിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കിയാൽ എന്താ കാര്യം എന്ന് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കുറച്ചധികം ടിപ്സുകൾ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. നമുക്കൊട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക്. ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതുപോലൊരു 3 തണ്ട് ആര്യവേപ്പിലയാണ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ആര്യവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? നമ്മുടെ മുഖക്കുരു മാറാനും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ, അതായത് ചൊറിച്ചിൽ, ഫംഗസ് മൂലമുള്ള ആ ഒരു അസ്വസ്ഥതകളൊക്കെ മാറാനും, അതുപോലെ മുടി വളരാനും, മുടിയിലെ താരൻ പോകാനും, അങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ആര്യവേപ്പിലേക്ക്. അതായത് ആര്യവേപ്പ് മരത്തിൽ നിന്ന് അടിക്കുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, ആ കാറ്റൊക്കെ അടിക്കുന്നത് തന്നെ അതൊക്കെ ശ്വസിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അതൊന്നുമല്ല. നമ്മളിപ്പോൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു വേറൊരു ചെറിയ പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. പച്ചക്കർപ്പൂരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പച്ചക്കർപ്പൂരം. അപ്പോൾ ഒരു 2-3 എടുത്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഞെരടി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പച്ചക്കർപ്പൂരം എല്ലാം ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം നമുക്കിത്. അരിച്ചെടുത്ത ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ബൗളാണ് കേട്ടോ. ഇത്രയും സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് നമുക്കിതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതെന്തിനാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരാം. അപ്പോൾ നിങ്ങൾ സാധാരണ ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നു പോകാറുണ്ടല്ലേ? കൃത്യമായിട്ട് നമുക്കത് ചിലപ്പോൾ കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ അടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മുടിയൊക്കെ ആണെങ്കിൽ 1-2 ഒക്കെ നമുക്ക് വിട്ടുപോകും, പറന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഒരു ചെറിയൊരു ടിപ്പ് ഈ ഒരു സമയം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇതുപോലെ നമ്മുടെ ചൂലിൻ്റെ അറ്റത്തോട്ട് ഇതുപോലൊരു പശയുള്ള ഒരു ടേപ്പ് ഒട്ടിക്കുക. ഇതിപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മുറിവിൽ വെച്ച് കെട്ടിയിട്ട് അവർ ഒട്ടിച്ച് തരുന്ന ഒരു ടേപ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടേപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ടൊരു ശകലം ഇങ്ങനെ മുറിച്ചിട്ട് ഈ ചൂലിൻ്റെ അറ്റത്ത് ഞാനിത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചു വാരുകയാണെങ്കിൽ നിലത്ത് എവിടെയെങ്കിലുമൊക്കെ മുടി ഉണ്ടെങ്കിൽ അത് ഈ ചൂല് ഇതേ പശയുണ്ടല്ലോ, അപ്പോൾ ആ പശയിലോട്ട് ഇങ്ങനെ അങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ ഈ ചൂല് നിലത്ത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ മുടികൾ മാത്രം, ഇതിൽ മുടി അതുപോലെ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ടേപ്പിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് മുടിയൊന്നും ഒരുപാട് പറന്നു പോകുകയോ ഒന്നുമില്ല. ഇങ്ങനെ എല്ലാം കണ്ടോ. ഇപ്പോൾ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേനും നോക്കിക്കേ, ആ ഒരു ടേപ്പിൻ്റെ അറ്റത്ത് എന്തുമാത്രം മുടി ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൊച്ചു ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആര്യവേപ്പിൻ്റെ ടിപ്പിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൂമെല്ലാം ഇതുപോലെ നന്നായിട്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ അട്ട, പുഴു, ഇതൊക്കെ നമ്മുടെ ഉറുമ്പ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തോട്ടൊക്കെ കയറി വരാറുണ്ട്. തറയിലൊക്കെ കാണാറുണ്ടല്ലേ? ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാം. അതുപോലെയുള്ള പ്രാണികൾ, ചെറിയ ചെറിയ പ്രാണികളൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തറയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ തറ തുടയ്ക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ റെഡിയാക്കി നമ്മൾ നേരത്തെ മുമ്പേ വെച്ചിരുന്നത്. ഇത് ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബക്കറ്റിലോട്ട് ഒഴിച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ചെറിയ പ്രാണികൾ, അട്ട, പുഴു, അതുപോലെ തന്നെ ഉറുമ്പുകൾ, ചെറുപ്രാണികൾ, നിലത്തൂടെ ഇഴഞ്ഞു വരുന്ന ഒരു ഇഴജന്തുക്കളും വരത്തില്ല, നമ്മുടെ തറയിൽ കൂടെ കയറി വരത്തില്ല. തറ നല്ലതുപോലെ ക്ലീനാകും. നാച്ചുറലാണ്. ഇതിനകത്ത് കെമിക്കലോ യാതൊരു കാര്യങ്ങളോ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ തറ തുടയ്ക്കുമ്പോൾ ഇതിൻ്റെ ലോഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത്
കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കുക, അരയ്ക്കുക, കുറച്ച് വെള്ളത്തിൽ കലർത്തുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തറയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. നല്ലൊരു അണുനാശിനിയാണ്. അപ്പം നിങ്ങളിനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. അതേണ്ട ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഓരോ തവണ വീട്ടിൽ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാലും ആ തോട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ കുറച്ചായി കഴിഞ്ഞ് കഴിയുമ്പം എടുത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുട്ടത്തോട് വെച്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മുട്ടത്തോട് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ലപോലെ പൊടിക്കേണ്ട, കുറച്ച് തരികൾ ഇട്ടിട്ടുള്ള രീതിക്ക് പൊടിച്ചെടുത്താൽ മതി. ഇതുണ്ട് ഇതിപ്പം ഞാൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. കുറച്ച് തരികൾ ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു പരുവത്തിനാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു കാലിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് നമുക്ക് ആദ്യം ഈ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു സോപ്പ് ലിക്വിഡ്. ഇനി സോപ്പ് ലിക്വിഡ് ഇല്ലെങ്കിലും സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും, ഒരു കെമിക്കൽ റിയാക്ഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അത് ഈ മുട്ടത്തോടും ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ചേരുമ്പോഴുള്ളൊരു കെമിക്കൽ റിയാക്ഷനാണ്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നല്ലതുപോലെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമുക്കിത് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നറിയാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പഴയ കുക്കറാണ് എടുത്തേക്കുന്നത്. ഈ കുക്കർ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരുപാട് പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കളറൊക്കെ മങ്ങിയിട്ട് കരിയൊക്കെ അടിയിലൊക്കെ ഒത്തിരി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ നാൾ ഉപയോഗിക്കാം കേട്ടോ. ഇത് കേടായി പോവുകയൊന്നും ചെയ്യത്തില്ല. അപ്പം കുറച്ച് എടുത്തിട്ട് ആ കുക്കറിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ചുമ്മാ ഇത് വെച്ച് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉരച്ച് കൊടുക്കുന്നത്, അല്ലാതെ സ്റ്റീൽ വൂളോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കൈ വെച്ച് ഇങ്ങനെ ഞാനൊന്ന് തുടച്ച് കാണിച്ചപ്പോൾ നോക്കിയേ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ചധികം മുട്ടത്തോട് ശേഖരിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് കരിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ നിറം മങ്ങിപ്പോയിട്ടുള്ള എല്ലാ പാത്രങ്ങളും നിങ്ങൾക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗ്ലാസ് പോലുള്ള അതൊന്നും ക്ലീൻ ചെയ്യരുത് കേട്ടോ. ഇതുപോലുള്ള സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു ടിപ്പിന് വേണ്ടിയിട്ട് 2-3 സ്പൂൺ തേങ്ങ ചിരകിയതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത്രയും മതി, ഒത്തിരി തേങ്ങയൊന്നും വേണ്ട. ഇതൊരു 2-3 സ്പൂൺ തേങ്ങ കാണുമായിരിക്കും. ഇതിലോട്ട് നമുക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലപോലെ പാല് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ആണെങ്കിലും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ചൊന്നും ഇത് അധികം ഇല്ലല്ലോ, ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഒരേ ഒരു ടാബ്ലറ്റ് എടുക്കുന്നുള്ളൂ പച്ചക്കർപ്പൂരത്തിൻ്റെ. എന്നിട്ട് അത് കൈ വെച്ചിട്ടൊന്ന് ഞെരടി ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അലുത്ത് വരാൻ കുറച്ച് സമയം എടുക്കുക. അതുകൊണ്ട് തന്നെ സമയം എടുത്ത് നിങ്ങൾ നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അരിച്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അരിച്ച് എടുത്ത് സ്പ്രേ ബോട്ടിലിൽ ആക്കിയ ഈ ഒരു തേങ്ങാപ്പാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനും പേനും പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സംഭവം മാത്രം മതി. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ തലയിലൊക്കെ പേനും ഈരും ഒക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതൊന്ന് ഓർത്ത് കരുതി വെച്ചോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലയൊക്കെ കടിക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാപ്പാലിൽ അല്പം പച്ചക്കർപ്പൂരം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കി കുട്ടികളുടെ മുടിയിലൊക്കെ ഒന്ന് തലയോട്ടിയിൽ വേണം കേട്ടോ. തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെച്ച് സ്കൂളിലൊക്കെ രണ്ടായിട്ടൊക്കെ പിന്നിടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് താരനൊക്കെ പിടിക്കാനും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഏറെയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പേനൊന്നും ഉണ്ടാവത്തില്ല, താരനുണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾ കാത്തിരുന്ന ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ഇതാണ്. ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഇനി വേണ്ടത് മെഴുകുതിരിയാണ്. അപ്പം ഞാനത് ഒരു മെഴുകുതിരി എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തോരം ഉണ്ടോ അത്രയും എടുക്കാം കേട്ടോ. 1-2 പാക്കറ്റ് മെഴുകുതിരി ഉണ്ടെങ്കിൽ അത്രയും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഉപ്പ് നല്ലപോലെ ഈ മെഴുകുതിരിയിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഈ മെഴുകുതിരി എല്ലാം നമ്മൾ ഉണക്കിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? സാധാരണ നാരങ്ങ മാങ്ങ ഒക്കെയാണല്ലേ ഉപ്പിലിടുന്നത്. മെഴുകുതിരി ഉപ്പിലിട്ട് ഇതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കത്തി തീരത്തുമില്ല. നല്ല പ്രകാശമായിരിക്കും. ഉരുക്കി വേഗം താഴെ പോകത്തില്ല, അല്ലെ? മെഴുകുതിരി ഉരുക്കി പെട്ടെന്ന് തീരത്തില്ല. വളരെ ശോഭയോടുകൂടി കത്തി നിൽക്കുകയും ചെയ്യും. നല്ല പ്രകാശമായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പം മനസ്സിലായില്ലേ നിങ്ങൾ എന്തിനാണ് മെഴുകുതിരി ഉപ്പിലിട്ടതെന്ന്? അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.